ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് ക്രിയേറ്റിവിറ്റി മാത്രമല്ല ഇമ്പ്രൂവ് ആവുന്നത്, അല്ലാതെ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ അവൻ്റെ ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും. കാരണം ഈ ഒരു സ്കില്ല് നല്ല രീതിയിൽ ഉണ്ടെങ്കിലായിരിക്കും നല്ലൊരു ഡ്രോയിങ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. സോ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികൾക്ക് ഈ ഒരു സ്കില്ല് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഒബ്സർവേഷൻ പവറാണ്. നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ സ്കില്ല് ഉണ്ടെങ്കിലായിരിക്കും നമുക്കൊരു ഡ്രോയിങ് നല്ല രീതിയിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ എത്രത്തോളം നന്നായിട്ട് ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നോ അത്രയും നന്നായിട്ട് നമുക്ക് പേപ്പറിലോട്ട് വരച്ചെടുക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഡ്രോയിങ് പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളിൽ നല്ല രീതിയിലുള്ള ഒബ്സർവേഷൻ സ്കില്ല് ഇമ്പ്രൂവ് ആവുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അടുത്തൊരു സ്കില്ലാണ് പ്രോബ്ലം സോൾവിങ് എബിലിറ്റി. ഈ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി കുട്ടികളിൽ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം നമ്മളൊരു ഡ്രോയിങ് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ചെറിയ ചെറിയ മിസ്റ്റേക്ക് വരും. പക്ഷേ ആ മിസ്റ്റേക്ക് വരുന്ന സമയത്ത് ഒരു മിസ്റ്റേക്ക് എങ്ങനെ ക്ലിയർ ചെയ്യാം എന്ന് ആലോചിച്ച് മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്ത് വരയ്ക്കുമ്പോഴാണല്ലോ നമുക്ക് നല്ലൊരു ഡ്രോയിങ് കിട്ടുക. അപ്പോൾ ഈ ഒരു സ്കില്ല് നല്ല രീതിയിൽ കുട്ടികളിൽ ഇമ്പ്രൂവ് ആവുന്നുണ്ടായിരിക്കും. കുട്ടികൾ എല്ലാ ദിവസവും ആർട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇത്രയും ബെനിഫിറ്റ് നമ്മുടെ കുട്ടികളിൽ കാണാനായിട്ട് സാധിക്കും. ഇത്രയും സ്കില്ല് നമ്മുടെ കുട്ടികളിൽ തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഓൺലൈൻ ലൈവ് ക്ലാസ്സിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇപ്പോൾ തന്നെ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്യുക.